ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വരുണും വരുണിൻ്റെ അച്ഛനും കൂടി കൃഷിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സാഗറിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വരുണും വരുണിൻ്റെ അച്ഛനും കൂടി പോകുന്നത്. മാനസ വരുണിനോടും വരുണിൻ്റെ അച്ഛനോടും പറയുന്നുണ്ട്, ഇവിടെ സാഗർ അങ്കിൾ ഇല്ല, അങ്കിൾ ജർമ്മനിയിലേക്ക് പോയിരിക്കുകയാണ്, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയമ്മയും വരുണിനോടും വരുണിൻ്റെ അച്ഛനോടും ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, എന്താ കാര്യം പറ എന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, നാളെ ഞാനും കൺമണിയും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോവുകയാണ്. എന്നാൽ ഇപ്പോൾ അത് നടക്കോ ഇല്ലയോ എന്ന് സംശയത്തിലാണ് ഞങ്ങൾ. കൃഷും കൺമണിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. കൃഷ് പറയുന്നത് എനിക്ക് കൺമണിയെ വേണമെന്നാണ്. എന്നാൽ അതൊരിക്കലും ഞാൻ സാധിച്ചു കൊടുക്കില്ല. കൺമണിയെ ഞാനാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. അവൻ എനിക്ക് നേരെ വധഭീഷണി വരെ നടത്തി. ഇപ്പോൾ ഞാൻ കൺമണിയുടെ വീട്ടിലെ പോലീസ് പ്രൊട്ടക്ഷൻ വെച്ചിരിക്കുകയാണ്. കൺമണിയെ അവൻ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് വീണ്ടും അവൻ എന്നെ കാണാൻ വന്നു. എന്നിട്ട് അവൻ എനിക്ക് കൺമണിയെ വിട്ടുതരണം, ഞാനും അവളും അത്രമാത്രം സ്നേഹിച്ചു പോയി, എനിക്കിനി അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അവൻ എനിക്ക് ഒരു ബ്ലാങ്ക് ചെക്കൊക്കെ തന്നിട്ട് കൺമണിയെ എനിക്ക് വിട്ടുതരണം, അതിനു വേണ്ടിയിട്ട് നീ എത്ര തുക വേണമെങ്കിലും എഴുതിയെടുത്തോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ആ ബ്ലാങ്ക് ചെക്ക് കീറിക്കളഞ്ഞു. എനിക്ക് ക്യാഷ് ഒന്നും വേണ്ട, എനിക്ക് കൺമണിയെയാണ് വേണ്ടത്. കൃഷിൻ്റെ എൻഗേജ്മെന്റ് ഓൾറെഡി കഴിഞ്ഞതാണെന്ന് എനിക്കറിയാം. പിന്നെയും എന്തിനാണ് അവൻ കൺമണിയുടെ പിന്നാലെ നടക്കുന്നത്? എനിക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടമല്ല. എന്നാൽ ഇതെല്ലാം ഇവിടെ കൃഷിൻ്റെ അച്ഛനോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് എന്ന് വരുൺ ആൻറ്റിയമ്മയോടും മാനസിയോടും പറയുകയാണ്. അപ്പോൾ ആൻറ്റിയമ്മയും മാനസിയും വരുണിനോടും വരുണിൻ്റെ അച്ഛനോടും പറയുകയാണ്, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, വരുണും കൺമണിയും തമ്മിലുള്ള വിവാഹം നാളെ എന്തായാലും നടക്കും. കൃഷിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, അതിന് ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. കൃഷിനുള്ള പെണ്ണാണ് മാനസ, അതിലിനി ഒരു മാറ്റവുമില്ല. നിങ്ങൾ എന്തായാലും ധൈര്യത്തോടെ പോയിക്കോളൂ എന്ന് ആൻറ്റിയമ്മ പറയുമ്പോൾ വരുണിനും വരുണിൻ്റെ അച്ഛനും കുറച്ച് ആശ്വാസമാവുന്നുണ്ട്. എന്നിട്ട് അവര് പോവുകയാണ്. പിന്നീട് ആൻറ്റിയമ്മയും മാനസിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണിത്. ഒരിക്കലും കൃഷി കൺമണിയെ വിവാഹം ചെയ്യാൻ പാടില്ല, അതിന് നമ്മൾ സമ്മതിക്കരുത്. അതിന് നമ്മൾ എന്തു വേണമെങ്കിലും ചെയ്തു കൊടുക്കണം അവർക്ക്. ഇത് നമ്മുടെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാം നല്ലതുപോലെ തീരുമാനിച്ചുറപ്പിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോവാൻ എന്നൊക്കെ പറയുന്നുണ്ട്. മാനസിക്കാണെങ്കിൽ കൺമണിയോട് അപ്പോൾ നല്ല ദേഷ്യം തോന്നുകയാണ്. എന്നിട്ട് മാനസ കൺമണിയെ വിളിക്കുകയാണ്. എന്നിട്ട് കൺമണിയോട് പറയുകയാണ്, ഞാനും നീയുമായിട്ടുള്ള യുദ്ധം ഇതാ ഇവിടെ തുടങ്ങുകയാണ്. നീ ഓർത്തോ, കൃഷിന് എന്തായാലും നിനക്ക് കിട്ടില്ല. അവൻ എൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആളാണ്. ഞാനുമായിട്ടാണ് അവൻ്റെ എൻഗേജ്മെന്റ് നടന്നത്. കൃഷിനെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഏതറ്റവും വരെ പോവും, നീ അത് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് മാനസ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന കൺമണിക്കാണെങ്കിൽ ആകെ സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം കൃഷി ഇനി എന്ത് ചെയ്യുമെന്ന അവസ്ഥയിൽ മഹിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ്. എന്നിട്ട് മഹി കൃഷിനോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് ധനലക്ഷ്മിയും മനോജും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. കൺമണിയുടെയും വരുണിൻ്റെയും കല്യാണ വിഷയം തന്നെയാണ് അവരുടെ ചർച്ചാ വിഷയം. ധനലക്ഷ്മി മനോജിനോട് പറയുകയാണ്, അവസാനം നായികയെ ആർക്ക് കിട്ടുന്നോ അവനാണ് നായകൻ. ഇവിടെ കൺമണിയെ ആർക്ക് കിട്ടുന്നോ അവരായിരിക്കും നായകൻ എന്നാണ് ധനലക്ഷ്മി ഉദ്ദേശിക്കുന്നത്. ധനലക്ഷ്മിയുടെ മനസ്സിൽ നായകൻ എന്നുള്ളത് വരുൺ തന്നെയാണ്. പിന്നീട് അമ്മായിമാരെ കാണിക്കുന്നുണ്ട്. അമ്മായിമാരും കൺമണിയെ ആര് വിവാഹം കഴിക്കും, കൃഷാണോ വരുണാണോ കൺമണിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നുള്ള സംശയത്തിലാണ്. ആരെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാണയം ഇട്ടു നോക്കിയാലോ. തല വീണാൽ കൃഷ്ണാറായിരിക്കും കൺമണിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്, വാല് വീണാൽ വരുണും. നമുക്ക് എന്തായാലും നോക്കി നോക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മായിമാര് നാണയം ഇട്ടു നോക്കുകയാണ്. നാണയം ഇട്ടു നോക്കിയതിന് ശേഷം അമ്മായിമാരാകെ ഞെട്ടുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം. ബൈ.